സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ വേണ്ടി ഒരു പെൺകുട്ടി കാണിച്ച തന്തയില്ലായ്മയ്ക്ക് സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയ ദീപക് എന്ന് പറയുന്ന ഒരു സഹോദരന്റെ കൂട്ടുകാരൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്കതൊന്ന് കാണാം. ഒരു വക്കീലിനെ കണ്ട് സംസാരിക്കാൻ നീ വക്കീലിന്റെ നമ്പർ ആയിരുന്നെങ്കിൽ നീ ഇതാക്കി വെച്ചോ എന്നൊക്കെ പറഞ്ഞാണ്. എന്നിട്ട് ഞായറാഴ്ച വരാം, ഞായറാഴ്ച നമുക്ക് എന്തായാലും സംസാരിക്കുക, വിഷയം സംസാരിക്കുക. തൽക്കാലം നീ എന്തായാലും ഇത് പുറത്തേക്ക് ഇറങ്ങണ്ട, നീ വീട്ടിലിരുന്നാണ്. ഇതിപ്പോൾ വൈറലായതല്ലേ. ഇനിയിപ്പോൾ മാനേജറൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ആൾക്കാർ എന്തെങ്കിലും തരത്തിലുള്ള സംസാരം വരണ്ടെന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു, നീ അവിടെ നിന്ന് നിൽക്ക്, നാളെ രാവിലെ ഞാൻ വീട്ടിലേക്ക് വരാം, വന്നിട്ട് ഞങ്ങൾക്ക് ഒരു അഡ്വക്കേറ്റിനെ കാണാം, സംസാരിക്കുക, ലീഗലായിട്ട് പ്രൊസീജ് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞിട്ടുള്ളൂ. അത് പറഞ്ഞ് ഞാൻ നേരെ വീട്ടിൽ പോയിട്ട് ഫോൺ 2 സ്വിച്ച് ഓഫ്. എനിക്ക് ടയർഡ് ആയതുകൊണ്ട് രാവിലെ ഞായറാഴ്ച ദിവസമാണ്, ലീവുള്ള ദിവസമാണ്, ആരും കോൾ ചെയ്ത് ബുദ്ധിമുട്ടിക്കേണ്ട വെച്ചിട്ട് ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് കിടന്നതാണ്. ഇന്ന് രാവിലെ ഫോൺ 6 മണിക്ക് അലാറം അടിഞ്ഞ് ഫോൺ ഓൺ ആയാടാണ് എനിക്ക് കോൾ വരുന്നത്, ഇങ്ങനെ സംഭവിച്ചു പറഞ്ഞിട്ട്. ഇവനാണെങ്കിൽ ഇവിടെ ആകെ അച്ഛനമ്മ മാത്രമേ ഉള്ളൂ, പ്രായാധികമുള്ള അച്ഛനമ്മ മാത്രമേ ഉള്ളൂ, വേറൊരു റിലേറ്റീവും ഇല്ല. അവർ രണ്ടാളും അവന് മാത്രമേ ഇവിടെ താമസിക്കുന്നുള്ളൂ, വേറെ ആരുമില്ല. പിന്നെ എന്ത് സഹായം കാര്യമൊക്കെ ഉണ്ടെങ്കിൽ അവൻ ഞങ്ങളെ വിളിക്കും, റൂട്ടിൽ പോയിട്ട് ഞങ്ങളെ വിളിക്കും, ഞങ്ങൾ ഇവിടെ അടുത്തുള്ളവരാണ്, വേഗം വരൂ, അങ്ങനെയൊക്കെ ഉള്ള ഇതാണ്. ഇതിങ്ങനെ ഒരു സംഭവം എന്തായാലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഇതിന് പിന്നിൽ എന്ത് പ്രവൃത്തി ആര് ചെയ്തതായാലും അത് തക്കതായ ശിക്ഷ കിട്ടണം.